ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. 2025-26 വിപണന സീസണിൽ അസംസ്കൃത ചണത്തിന്റെ കുറഞ്ഞ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. മുൻ വർഷത്തേക്കാൾ 315 രൂപ വർദ്ധിച്ച് ക്വിന്റലിന് 5650 രൂപ താങ്ങുവില നൽകാനാണ് തീരുമാനമെന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ രാജ്യം കൈവരിച്ച പുരോഗതിയും കേന്ദ്ര മന്ത്രിസഭാ യോഗം അവലോകനം ചെയ്തു. ദൌത്യം മുൻ നിശ്ചയിച്ച പ്രകാരം 2 വർഷത്തേക്ക് കൂടി തുടരാനാണ് തീരുമാനമെന്ന് മന്ത്രി പറഞ്ഞു. 2015-2019 വർഷങ്ങളിലെ സ്പോർട്സ് കോട്ട നിയമനത്തിനായുള്ള പട്ടികയിൽ നിന്നും 249 കായിക താരങ്ങളെ വിവിധ വകുപ്പുകളിൽ നിയമിക്കുന്നതിന് സംസ്ഥാന മന്ത്രിസഭായോഗം അനുമതി നൽകി. കോഴിക്കോട് ഇരിങ്ങാടൻ പള്ളി കാളാണ്ടി താഴം മനത്താനത്ത് മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ വിഷവാതകം ശ്വസിച്ച് മരണമടഞ്ഞ 2 പേരുടെ കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 5 ലക്ഷം രൂപ അനുവദിക്കാനും തീരുമാനിച്ചു. കൊല്ലം തഴുത്തല വില്ലേജിൽ കുളത്തിൽ വീണ് മരിച്ച 2 കുട്ടികളുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ നൽകാനും തീരുമാനം. കല്ലാർ, കല്ലൻ, ഇശനാട്ട് കല്ലാർ ഉൾപ്പെടെയുള്ള സമുദായങ്ങളെ സംസ്ഥാനത്തെ മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെ പട്ടികയിൽ ഇനം നമ്പർ 29B ആയി ഉൾപ്പെടുത്തും. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരുടെയും ശമ്പള പരിഷ്കരണ കുടിശ്ശികയും മറ്റ് ആനുകൂല്യങ്ങളും സമയബന്ധിതമായി വിതരണം ചെയ്യാത്തതിനെതിരെ കേരള നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. സർക്കാർ ജീവനക്കാർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ സർക്കാർ നിഷേധിക്കുന്നതായും 64,923 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവച്ചിരിക്കുന്നതായും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. എന്നാൽ സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് പ്രക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകളും നിയമസഭയിൽ ഇന്ന് നടന്നു. 13 സബ്മിഷനുകളും ഇന്ന് സഭയുടെ പരിഗണനയിൽ വന്നു. കോവിഡ് സമയത്ത് PPE കിറ്റ് വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് CAG റിപ്പോർട്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടിലെ പരാമർശങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ കിറ്റ് വാങ്ങിയതിൽ ഒരു അപാകതയുമില്ലെന്ന് മുൻ ധനമന്ത്രി TM തോമസ് ഐസക് മാധ്യമങ്ങളോട് പറഞ്ഞു. PPE കിറ്റ് ഇടപാട് CBI അന്വേഷിക്കണമെന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ ആവശ്യപ്പെട്ടു. പാലക്കാട് മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ടും പ്രതിപക്ഷം രംഗത്ത് വന്നു. ആരോപണത്തിൽ മുഖ്യമന്ത്രി മൌനം പാലിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. ബ്രൂവറി വിഷയം ഇന്ന് നിയമസഭയിലും ഉന്നയിച്ചിരുന്നു. സംസ്ഥാനത്തെ ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും ആഹ്വാനം ചെയ്ത സൂചനാ പണിമുടക്ക് ഭാഗികം. CPI അനുകൂല സംഘടനയായ ജോയിന്റ് കൌൺസിലിലെയും കോൺഗ്രസ് അനുകൂല സംഘടനയിലെയും ജീവനക്കാരാണ് പണിമുടക്ക് നടത്തിയത്. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിൽ പകുതിയിൽ താഴെ ജീവനക്കാർ മാത്രമാണ് ഹാജരായത്. സെക്രട്ടേറിയറ്റിൽ 70% ജീവനക്കാരെത്തി. ശമ്പള കമ്മീഷൻ പ്രഖ്യാപിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്ക്. കൊല്ലത്തും ആലപ്പുഴയിലും കോട്ടയത്തും സമരക്കാരും പോലീസും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. പാലക്കാട് ആനക്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിയുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി V ശിവൻകുട്ടി നിർദ്ദേശം നൽകി. മൊബൈൽ ഫോൺ പിടിച്ചുവെച്ചതിന് വിദ്യാർത്ഥി അധ്യാപകനെതിരെ കയർത്ത് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. വയനാട്ടിലെ വിവിധ സഹകരണ സംഘങ്ങളിലെ ജീവനക്കാരുടെ നിയമനത്തിൽ സാമ്പത്തിക അഴിമതി നടന്നതായുള്ള ആരോപണങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ ഉത്തരവായി. കേരള സഹകരണ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പനുസരിച്ചായിരിക്കും പരിശോധന നടത്തുക. റേഷൻ വ്യാപാരികൾ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ധനമന്ത്രിയുടെ സമയം കൂടി കണ്ടെത്തി വീണ്ടും ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്നും ഈ സാഹചര്യത്തിൽ സമരപരിപാടികളിൽ നിന്നും റേഷൻ വ്യാപാരികൾ പിന്തിരിയണമെന്നും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ അഭ്യർത്ഥിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ ഈ മാസം 27 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്താനിരിക്കുന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. വനാവകാശ നിയമം ഫലപ്രദമായി നടപ്പിലാക്കിയാൽ തദ്ദേശീയ മേഖലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. വനാവകാശ നിയമം സംബന്ധിച്ച് പട്ടികവർഗ വികസന വകുപ്പ് സംഘടിപ്പിച്ച ദ്വിദിന ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വനാവകാശ നിയമത്തെക്കുറിച്ച് മികച്ച അവബോധം നൽകി കൂടുതൽ ജനങ്ങളിലേക്ക് ഇതിന്റെ പ്രയോജനം എത്തിക്കണമെന്ന് ചടങ്ങിന് അധ്യക്ഷത വഹിച്ച മന്ത്രി OR കേളു പറഞ്ഞു. കോഴിക്കോട് താമരശ്ശേരിയിൽ മാതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പ്രതി ആഷിഖിനെ മാനസികാരോഗ്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാനസിക അസ്വസ്ഥതകൾ ഇയാൾ പ്രകടമാക്കിയതിനെ തുടർന്നാണ് നടപടി. മഹാരാഷ്ട്രയിലെ ജൽഗാവ് ജില്ലയിൽ പരന്ത റെയിൽവേ സ്റ്റേഷന് സമീപം കർണാടക എക്സ്പ്രസ് ഇടിച്ച് 8ഓളം പേർ മരിച്ചതായി റിപ്പോർട്ട്. പുഷ്പക് എക്സ്പ്രസിലെ ചക്രങ്ങളിൽ നിന്ന് പുക ഉയർന്നതിനെ തുടർന്ന് ഭയന്ന് യാത്രക്കാർ രക്ഷപ്പെടാനായി ട്രാക്കിലേക്ക് ചാടിയതാണ് ദുരന്തത്തിന് കാരണമെന്നാണ് വിവരം.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.